നാളെ ഉഴുന്ന് ചേർത്തൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാനാണ്. അപ്പം അതിന് ഞാനൊരു 3 ഗ്ലാസ് ഒരു 150 ml കൊള്ളുന്ന 3 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കൊരു അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂണ് ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നമുക്ക് അടിക്കാനുള്ളതാണ് ഉഴുന്നിൻ്റെ കൂടെ. അപ്പോൾ അതൊന്ന് പൊടിയായിട്ട് ഇടുമ്പോൾ മിക്സിയിൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ നമ്മളതൊന്ന് ശരിയാക്കി എടുക്കും. ഇതിൽ കട്ട ഇങ്ങനെ ഉടച്ചെടുക്കുക. ഇത് നമുക്ക് അടിച്ചെടുക്കാനാണ്. നന്നായി ഉടച്ച് ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ അത് 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ അടിച്ചുകൊണ്ടുണ്ട്. അതിൽ ഗോതമ്പ് പൊടി ഉഴുന്നിട്ടത് 50-50 അടിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് ഒന്നുകൂടി അടിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി അടിച്ചാൽ നമുക്ക് അത് പാകമാക്കി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചു വെച്ചതാണ്. ഇതിൽ ചേർത്തെന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് ഒരു 150 ml കൊള്ളുന്ന ഒരു ഗ്ലാസ്, അതിൻ്റെ 3 ഗ്ലാസ് പൊടി, അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 1.5 ഗ്ലാസ് ഉഴുന്ന്, അങ്ങനെ ഉപ്പ്, പിന്നെ 1 സ്പൂണ് ഉലുവപ്പൊടി ചേർത്തിട്ട് ഞാൻ കലക്കി വയ്ക്കേണ്ടത്. നമുക്ക് നാളെ ദോശ ഉണ്ടാക്കാം. എനിക്ക് നമ്മുടെ മറ്റേ അരിയുടെ ദോശയുടെ അത്രയും ടേസ്റ്റ് ഉണ്ട്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതൊരു 8 മണിക്കൂർ ഇനി അടച്ച് വയ്ക്കുക. ഞാൻ നന്നായി ഇളക്കിയിട്ടത് നന്നായി ഇളക്കണം. വല്ലാണ്ട് വെള്ളം പോലെ ആവരുത്. ഇങ്ങനെ ഒരു കട്ടിയിൽ, ഈ ഒരു കട്ടിയിൽ വരണം. ഇത് പാകമാണ്. നാളെ കട്ടി കൂടുകയാണെങ്കിൽ ഒരു സ്വല്പം വെള്ളം നമുക്ക് ഇതിൽ ചേർക്കാം. ഇതിപ്പോൾ ഇന്നലെ നമ്മൾ ഗോതമ്പ് പൊടിയും ഉഴുന്നും ചേർത്ത് ഉപ്പും മാത്രം ചേർത്ത് അരച്ച് വെച്ച മാവാണ്. നന്നായി പൊങ്ങി വന്നുണ്ട്. നമുക്ക് ദോശ ഉണ്ടാക്കാം. ഉപ്പൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പം നന്നായി പൊങ്ങി വന്നുണ്ട്. നല്ല ശരിക്കും നമ്മുടെ മറ്റേ അരി അരച്ച ദോശ പോലെ തന്നെ അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് നോക്കാം. ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. 2 തവിയിട്ട് നന്നായി പരത്തിയെടുക്കാം. ഇത് ഒരു മീഡിയം തീയിൽ വയ്ക്കുക. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മറിച്ചിടാം. നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കാം. നല്ല നൈസായ ദോശയാണ്. അപ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓരോന്നും ചുട്ടെടുക്കാം. മറിച്ചിടാം. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുക്കാം. എന്നാലും ഞാനൊന്ന് മൊരിഞ്ഞിട്ടാണ്. നന്നായി മൊരിഞ്ഞിട്ട് നല്ല ക്രിപ്സി ആയിട്ടുള്ള ദോശയാണ്. കണ്ട ടേസ്റ്റും അതന്നെ. ആർക്കും ഗോതമ്പ് ദോശ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ
കുത്തിയാണ്ട നല്ല ക്രിപ്സി ആയിട്ടുള്ള ദോശയാണ്. ഇങ്ങനെ ഇടാം. അതുപോലത്തെ ദോശ നല്ല അപ്പോൾ നമുക്ക് ഇതാണ് ഞാനുണ്ടാക്കിയ ഉഴുന്ന് ചേർത്ത ദോശ. ഒട്ടും കട്ടില്ല. അതല്ല ഞാൻ ഉണ്ടാക്കിയെടുക്കും. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ അരിദോശ ഉണ്ടാക്കണ പോലെ തന്നെ ഉഴുന്ന് ചേർത്തിട്ട് ഗോതമ്പ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വളരെ നൈസായിട്ടുള്ള ദോശയാണ്. നമ്മുടെ പേപ്പർ ദോശ പോലത്തെ ദോശയാണ്. വളരെ കട്ടി കുറഞ്ഞ ദോശ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.